ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ച. ഞങ്ങളിന്ന് കണ്ടം വരെ പോയി. അതായത് നമ്മുടെ പാടത്ത് കൊയ്ത്ത് നടക്കുകയായിരുന്നു. അന്നേരം അത് കാണാൻ പോയതാണ്. ഒരു മഴ പെയ്തിരുന്നു ഇന്നലെ വൈകിട്ട്. അത് കാണാൻ പോയതാണ്. അതുകൊണ്ട് നെല്ലെല്ലാം വാരി കൂട്ടുന്നു. നെല്ലെല്ലാം വാരി ചാക്കിനകത്താക്കി അതുകൊണ്ട് ലോറിയെ കയറ്റുന്നതും വഴി നീളം ഇങ്ങനെ ഇട്ടിരിക്കുക കേട്ടോ. ഇത് കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊയ്ത്ത് നടക്കുന്ന സ്ഥലത്ത് പോകുന്നതും കാണുന്നതും ഒക്കെ. ഇവിടെ എന്ത് ഭംഗിയാണ് നടക്കുന്നത് കൊണ്ടുണ്ടല്ലോ. കുണ്ടും കുഴിയുള്ള റോഡായതുകൊണ്ട് നല്ല കുടുക്കമുണ്ട്. അതുകൊണ്ട് രണ്ട് കാക്കകൾ ഞങ്ങളെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യാതിരുന്നുകൊണ്ട് നെല്ല് കോരി കോരി തിന്നുകയും. അങ്ങനെ അവർ വഴക്കുണ്ടാക്കുന്നുണ്ട് ഇടയ്ക്ക്. എങ്കിലും അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഞങ്ങളെ. ഒരുത്തൻ പറന്നു പോയി, രണ്ടാമത്തത് പോയി. അപ്പുറത്തെ കൂനയിലിരിക്കാനാണ് പോയത്. പിന്നെ ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ, പനയമ്പാലത്തോടെന്ന് പറയും. എൻ്റെ നാട്ടിലുള്ളവർക്കെല്ലാം അറിയാം. ഇവിടെയാണ് കുറേ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. ഞങ്ങളുടെ നാട്ടിലെ മിക്ക ഫോട്ടോഗ്രാഫിക്കാരും ഈ പാടത്ത് ഷൂട്ടിങ്ങിന് വരാറുണ്ട്, ഷൂട്ടിങ്ങിന് പോകാറുണ്ട്. തോട് ഞാൻ കാണിച്ചു തരാം. ഇച്ചിരി കൂടെ മുന്നോട്ട് നടക്കണം. ഇച്ചിരി ദൂരമുണ്ട് കേട്ടോ. കുറച്ച് നനഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഇത് ചാക്കിനകത്തെല്ലാം കെട്ടി വെച്ചിരുന്നതെല്ലാം കുടഞ്ഞ് ഉണക്കാനായിട്ടിടുക. നല്ല ഇതാണ് നമ്മുടെ പനയമ്പാലത്തോട്. ഒരു കാലത്ത് കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോടായിരുന്നു ഇത്. ഇപ്പോൾ ഇങ്ങനെ വേനൽക്കാലം ആകുമ്പോഴത്തേന് ഇങ്ങനെ ശോഷിച്ചാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഒത്തിരി വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ടുണ്ട് പാലത്തിൻ്റെ അടിയിൽ. കണ്ടോ? ഇവിടെ ഒക്കെ കണ്ടോ വെച്ചാ? ഇത് ഭയങ്കര വെള്ളപ്പൊക്കം വരുന്ന ഒരു സ്ഥലമാണ്. നെല്ലെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുക ലോറിയിൽ. ഇതിൻ്റെ അങ്ങ് കുറച്ച് വെള്ളം കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്രയും ഭാഗത്ത് മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളമായിട്ട് കിടക്കുന്നത്. അവിടെ കുറേ കൊക്കുകളും മുണ്ടിയും എല്ലാം ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടോ, ഇത്രയും ഭാഗമാണ് വെള്ളമായിട്ട് കിടക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നി ഇത് അണക്കെട്ടി നിർത്തിയേക്കുന്നതാണെന്ന് തോന്നി വെള്ളം.